ആ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കൊരു കഥ. എന്ത് കഥയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? കാട്ടാളന്റെ കഥ. കാട്ടാളന്റെ കഥയെന്നല്ല, പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെ കൊച്ചു കുട്ടികളെ കൊന്നു രസിക്കുന്ന ഒരു ഭീകര രൂപമുണ്ടായിരുന്നു. 6 അടി പൊക്കം, ഇരുമ്പുകാല് പോലത്തെ ശരീരം. കുമ്പളങ്ങിയിലെ കുട്ടികളെ കൊന്നു രസിക്കുക, അതായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത. നാട്ടുകാരും പോലീസും ഒരേപോലെ തെരഞ്ഞിട്ടും അയാളെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറയട്ടെ കഥ? എന്നാ കേട്ടോളൂ. അന്നൊരു അവധിക്കാലായിരുന്നു. പതിവ് പോലെ സ്കൂളൊക്കെ പൂട്ടി കുട്ടികൾ ഭയങ്കര സന്തോഷമായിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവർ 5 പേര് ചങ്ക് സുഹൃത്തുക്കളായിരുന്നു. അവര് കളിക്കാൻ പോയി. കൂട്ടത്തില് മാമ്പഴ കൊതിയനായിരുന്ന അക്കൂര് ഭയങ്കര കൊതിയാ മാമ്പഴത്തിനോട്. അങ്ങനെ അവര് മാമ്പഴം ലക്ഷ്യമാക്കി മാവിൻചൂട്ടിലേക്ക് പോകുന്നു. സ്കൂളൊക്കെ അടച്ചു, ഈ വെക്കേഷൻ നമുക്ക് തകർക്കണ്ടാ. ശരിയല്ലോ? അക്കു മാമ്പഴക്കൊതിയനാടാ, ഒന്ന് പോടാ. തീവണ്ടി കളിക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവന്മാരെല്ലാരും പോയി. ആ മാവില് ഞാനൊരു മാങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒറ്റക്ക് കഴിക്കും. എവിടെ പോയി? ഇതാണ് നമ്മുടെ അക്കു. കാട്ടാളൻ എങ്ങടാ പോയത്? ആ വഴി. അക്കുവിന്റെ കബറടക്കം കഴിഞ്ഞു. അവന്റെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ലടാ. പോലീസുകാരും നാട്ടുകാരും കയ്യൊഴിഞ്ഞടാ. അക്കുവിനെ കൊന്ന ആ ഭീകരനെ നമുക്ക് കൊല്ലണം. എന്നാ വാടാ. ഈ വഴിയാണ് അക്കുവിനെ കൊന്ന ഭീകരൻ പോയത്. ഭീകരത കുട്ടികളെ കെട്ടിയിട്ട് തല്ലുന്നു. കുട്ടികൾ എന്തായാലും രക്ഷിച്ചേ പറ്റൂ. ഭീകരനെ കൊല്ലണം. എങ്ങനെ കൊല്ലണം? ആ പൊട്ടകിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാം. ഭീകരൻ ചത്തുടാ. നമുക്ക് പോയി കുട്ടികളെ രക്ഷിക്കാം. എങ്ങനെയുണ്ട്? എന്നിട്ട് അവരുടെ സ്വന്തം കൂട്ടുകാരനായ അക്കുവിനെ കൊന്ന ആ ക്രൂര മനുഷ്യനെ അങ്ങനെ ആ 4 പേരും കൂടി കൊന്നു. എന്നിട്ട് അവർ യാത്ര തിരിച്ചു.
എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ടോ? ആ നന്നായിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ പോട്ടെ. എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. നമുക്ക് പിന്നെ കാണാം. ശരി. നിങ്ങൾ വിളിക്ക്, ഞങ്ങളിപ്പോ വരാം. ഇത് നമ്മടെ കഥയാണല്ലോ. ഇതെങ്ങനെ മുത്തശ്ശാണ്? അറിയില്ലടാ. പേടിക്കണ്ടാ, ഞങ്ങളുണ്ട്. ഇന്ന് നമുക്ക് പിരിയാം. ഇന്ന് നാളെ കാണാം. ശരിടാ. Washes away the deeds of people. ഭീകരൻ മരിച്ചിട്ടില്ലടാ. Most